നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ രണ്ടാമത്തെ വരവിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് അതായത് നമ്മളുടെ ഇന്ത്യക്കാർ എന്ന് നമ്മൾക്ക് പറഞ്ഞ് അഭിമാനിക്കാവുന്ന നമ്മുടെ ഇന്ത്യക്കാരൻ്റെ വാഹനമായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വാഹനമായിട്ടുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും മൈക്രോ XUV സെഗ്മെൻറ്റിൽ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സെയിൽസിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ടാറ്റ പഞ്ചാണ്. എത്ര പറഞ്ഞാലും തീരത്തില്ല. അപ്പോൾ നമുക്ക് ടാറ്റ പഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പഞ്ചിൻ്റെ മുൻഭാഗം. ആദ്യം തന്നെ പറയാനാണെങ്കിൽ ലുക്ക് വൈസ് നമുക്ക് ഹാരിയറിൻ്റെ ഒരു കുഞ്ഞനിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഫ്രണ്ട് ലുക്കാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ബോണറ്റിനോട് ചേർന്ന് തന്നെ ഒരു DRL അല്ല, അത് ഈ സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ആ DRL വരെ അതൊരു പാർക്കിംഗ് ലൈറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. തൊട്ട് താഴെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഇപ്പം നിലവിലുള്ള എല്ലാ ടാറ്റയുടെ വാഹനങ്ങളിലും വന്ന് കണ്ട് നമ്മൾ പരിചയമുള്ള ഈ പറഞ്ഞ ബമ്പറിലാണ് നമുക്ക് ലൈറ്റ് വന്നിരിക്കുന്നത്. ലാമ്പ് അത് പ്രൊജക്ടറല്ല, അത് ഹാലജനാണ് വരുന്നത്. പിന്നെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫോഗ് ലാമ്പ് വരുന്നില്ല. അവിടെ നമുക്കത് ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നീട് വന്നു കഴിഞ്ഞാൽ തൊട്ട് താഴെയായി ഡ്രൈ ആരോ ഡിസൈൻ. ഇത് ടാറ്റയുടെ ഈ രണ്ടാം വരവിൽ തൊട്ട് മുതൽ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്നൊരു ഡിസൈനാണ് ഈ ഡ്രൈ ആരോ ഡിസൈൻ. ഇത് നിരത്തി എല്ലാ ഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പിന്നീട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ EVയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് ഫുള്ള് അടച്ച ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രലായി ടാറ്റയുടെ ബാഡ്ജിങ് കാണാം. ഇവിടെ ഒരു 3 ഹോൾട്ടുണ്ട്, അതും ഡ്രൈ ആരോ ആണ്. ഹോൺ വരുന്ന ഭാഗമായതിനാലാണ് അങ്ങനെ ഒരു ഡിസൈൻ അവിടെ വന്നിരിക്കുന്നത്. പിന്നീട് സൈഡ് വശം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു മൈക്രോ XUV എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത്. ബോണറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ലുക്കുള്ളൊരു ബൾജിങ്ങും വളരെ ഷാർപ്പ് ലൈനുകളും ഒക്കെ ഉള്ള ഒരു മാരക XUV ലുക്ക് തന്നെയാണ് മുൻഭാഗം നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇതൊരു മൈക്രോ XUV ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. വാഹനത്തിന് ഹൈറ്റ് വരുന്നത് 1615 മില്ലിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ഈ സെഗ്മെൻറ്റ് തന്നെ ഇത്രയും ഹൈറ്റ് വരുന്ന വേറെ വാഹനമില്ല. പക്ഷേ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. ഈ ഹൈറ്റ് കൊണ്ട് തന്നെയാണ് വാഹനത്തിൻ്റെ ഒരു XUV ലുക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. ഇതേ സെഗ്മെൻറ്റിൽ തന്നെയുള്ള ഹ്യുണ്ടായുടെ വാഹനം എടുത്താൽ പോലും അതിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ നേരെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഉന്തി നിൽക്കുന്ന ഒരു വലിയ ബമ്പർ കാണാം. ആ ബമ്പറിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു എയർ ഡാമൊക്കെ ഇതിലെ ഉള്ളിലേക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. വാഹനത്തിൻ്റെ മിറർ വരുന്നത് ഓട്ടോ ഫോൾഡിംഗ് അല്ല, ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത് മാനുവലി ഫോൾഡിംഗ് ആണ്. പക്ഷേ ഇൻഡിക്കേറ്റർ നമ്മുടെ മിററിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലുക്കിൽ ഒരു മോശവും നമുക്ക് പറയാനില്ല. പിന്നീട് ഇതിനെ XUVയിൽ നിന്ന് തന്നെ, അതായത് XUV ആയിട്ട് തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം 15 ടയറുകൾ. ഇതിന് അലോയ് വീലല്ല വരുന്നത്, ഇത് സ്റ്റീൽ വീലാണ്. വീൽ കപ്പാണിത്, പക്ഷേ അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ ഇത്രയും മസ്കുലർ ലുക്ക് തരുന്ന ഈ ഒരു വീൽ ക്ലാഡിങ് നേരെ ബാക്കിലേക്ക് വന്ന് ബാക്ക് ബമ്പർ വരെ അത് നീളുന്നുണ്ട്. സൈഡിൽ നിന്ന് നോക്കിയാലും ഒരു കുഞ്ഞൻ XUVയുടെ ലുക്ക് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് നമ്മൾ പറയുകയാണെങ്കിൽ 3827 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. വിത്ത് വരുന്നത് 1742 mm ആണ്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് തന്നെ അകത്തിരിക്കാൻ സാധിക്കും. വാഹനം വളരെ ചെറുത് എന്ന് നമുക്ക് തോന്നിപ്പിക്കത്തുമില്ല. വീൽ ബേസ് വരുന്ന സമയത്ത് നമുക്ക് 2445 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്.
അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നത് 190 മില്ലിമീറ്ററാണ്. വാഹനത്തിൽ ഏറ്റവും പ്രധാനമായി കമ്പനി പറയുന്നൊരു കാര്യമാണ്, ഏത് കട്ടറിലും ഏത് കുഴിയിലും നിസ്സാരമായി വാഹനം കയറ്റിയിറക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നീട് ഫ്രണ്ട് ഡോർ വരുന്ന സമയത്ത് നമുക്ക് നോർമലി അൾട്രോസിലും ഈ പറഞ്ഞ ടിയാഗോയിലെല്ലാം കണ്ടുവന്ന ആ സെയിം ഡോർ തന്നെയാണ്. പിന്നീട് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമ്മൾ ബീറ്റ്, അതുപോലെ തന്നെ മാരുതി സ്വിഫ്റ്റ്, അൾട്രോസ് എല്ലാ വാഹനത്തിലും കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ കട്ടാവാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ അവർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഡോറിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് അത് ബാക്കിലോട്ട് നീളുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് പെട്രോളിൻ്റെ നോബ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് ഡിസൈൻ, അതായത് കുഞ്ഞൻ ഹാരിയറിൻ്റെ ബാക്ക് ഡിസൈൻ എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പം നിലവിൽ കാണുന്ന എല്ലാ വാഹനത്തിലും ഈ അറ്റം മുതൽ ആ അറ്റം വരെ നീട്ടി വരച്ചൊരു ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ അത് പഞ്ചിൽ അവർ ആവർത്തിച്ചിട്ടില്ല. എങ്കിലും ഇതൊട്ടും മോശമെന്ന് പറയാൻ പറ്റില്ല, വളരെ ഭംഗിയായിട്ടാണ്. ട്രയാരോ ഡിസൈനിൽ തന്നെയാണ് ഈ ടൈലാമ്പ് വന്നിരിക്കുന്നത്. ഇത് ആ ഒരു ഡിസൈൻ അതാണ്. പിന്നീട് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റും അതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. ഈ അഡ്വഞ്ചർ എന്നുള്ള വേരിയൻറ്റിൽ ഡീഫോഗർ വരുന്നില്ല. ഇവിടെ ഒരു ആൻറ്റിന ബാക്കിലോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗ്ലാസ് ഏരിയ ആണ്, വളരെ വലുതെന്നൊന്നും പറയാൻ പറ്റില്ല. സെൻട്രലായി ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. പഞ്ച് എന്ന് നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നീട് സെൻസറുകളെല്ലാം തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പഞ്ച് എന്ന് എഴുതിയതിൻ്റെ താഴെയൊരു സ്വിച്ച് ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് വിടാം. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള 366 ലിറ്ററുള്ള ഈ ബൂട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഉണ്ട്, സ്പേസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കതും 15-ൻ്റെതാണ് വീല് വരുന്നത്. ഇവിടെ ഒരു പാർസൽ ഡ്രൈവ് വരുന്നുണ്ട്. മൊത്തത്തിൽ ബൂട്ടും തരക്കേടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. ഇനി നമുക്ക് എൻജിൻ ഭാഗം നോക്കാം. സത്യം പറഞ്ഞാൽ ഈ ബോണറ്റൊക്കെ പൊക്കണമെങ്കിൽ അത്യാവശ്യം ഇപ്പം ഈ ബോണറ്റൊക്കെ പൊക്കുമ്പോൾ തന്നെയാണ് നമുക്ക് പഴയ ടാറ്റയുടെ വാഹനങ്ങൾ ഓർമ്മ വരുന്നത്. അത്രയ്ക്ക് ഭാരമാണ് ഈ ബോണറ്റ് ഉയർന്ന സമയത്ത്. എൻജിൻ വരുന്നത് നമുക്കറിയാം 1.2 ലിറ്റർ 3 സിലിണ്ടർ എൻജിനാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സിലിണ്ടർ എത്ര സിലിണ്ടറാണ് ഈ വാഹനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ ബോണറ്റ് തുറന്ന് ഈ ഒരു സാധനം നമ്മൾ എണ്ണി നോക്കിയാൽ മതി. ഇത് 4 ഉള്ള സാധനമാണ്, നമുക്ക് 4 സിലിണ്ടർ. നമുക്ക് ഹ്യുണ്ടായുടെ വാഹനം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അല്ല ഏതൊരു വാഹനമായാലും. ഇതിപ്പം 3 സിലിണ്ടർ വാഹനമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ വന്നിരിക്കുന്നത് 87 bhp പവറും 115 Nm ടോർക്കുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം തരക്കേടില്ലാത്തൊരു പവറും തരക്കേടില്ലാത്തൊരു മൈലേജും ഈ വാഹനം സമ്മാനിക്കും. ഇത് പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് പഞ്ചിൽ തന്നെ പെട്രോൾ, CNG. പെട്രോളിലാണെങ്കിൽ മൈലേജ് പറയുന്നത് 20 കിലോമീറ്ററാണ്. മാനുവലും AMD നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ധൈര്യത്തെ എടുത്തോ. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. എക്സ്റ്റീരിയർ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലെ തന്നെയുള്ള ഇൻറ്റീരിയർ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ആ ഒരു ബലം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മിറർ കൺട്രോൾ വരുന്നുണ്ട്. ഇത് ഓട്ടോ ഫോൾഡിംഗ് അല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ 4 പവർ വിൻഡോ സ്വിച്ചുകൾ കാണാം. ലോക്ക് അൺലോക്ക് ഗ്ലാസ് സ്വിച്ചുകൾ കാണാം. ഇവിടെ എല്ലാം ഒരു ട്രയാരോ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ ഡ്യുവൽ ടോൺ കളറൊന്നുമല്ല, ഫുൾ ബ്ലാക്ക് ആണ്. എങ്കിലും തിരക്കേടില്ല. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. ചെറിയ പേപ്പറുകൾ, ഫോണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെക്കാം. സാധാരണ ഇപ്പം വാഹനങ്ങളിലൊക്കെ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ്, അതിനകത്ത് പഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള ബാഡ്ജിങ് വരുന്നതാണ്. പക്ഷേ ഈ വാഹനത്തിനതില്ല. പിന്നീട് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റിലെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഓറഞ്ച് കളറിലുള്ള AC വെൻ്റാണ്. ഇത് ഏറ്റവും മനോഹരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ 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 മനോഹരമായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ നേരെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാ വാഹനത്തിനും കണ്ടുവരുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ ക്ലസ്റ്റർ ഫുള്ള് ഡിജിറ്റലായിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിലും അങ്ങനെ തന്നെയാണ്. വളരെ ചെറിയൊരു ക്ലസ്റ്റർ ആണെങ്കിൽ പോലും ഇതൊരു എല്ലാ ഇൻഫോർമേഷനും ഇതിൽ കൊടുക്കുന്ന ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു
മീറ്ററാണ് വാഹനത്തിൽ വരുന്നത്. അനലോഗ് മീറ്റർ ഇതിൽ വന്നിട്ടേ ഇല്ല. വളരെ ചെറിയൊരു സ്ക്രീനാണ്, എങ്കിലും എല്ലാ ഇൻഫർമേഷനും അതിൽ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് പരമ്പരാഗതമായി ടാറ്റയിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളിലും, അതായത് ഈ പറഞ്ഞ ടിയാഗോ, അൾട്രോസ്, പഞ്ച്, ഇതിലെല്ലാം തന്നെ നെക്സോൺ, ഇതിലെല്ലാം തന്നെ വന്നിട്ടുള്ള സെയിം സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിനും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തിരുന്ന് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ബോണറ്റൊക്കെ കണ്ട് വളരെ വലിയൊരു വാഹനത്തിൻ്റെ മുന്നിലിരുന്ന് ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് പഞ്ചിൽ ഫീൽ കിട്ടും. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇതൊരു വളരെ ചെറുതായിപ്പോയി എന്ന് തന്നെ പറയാം. വളരെ ചെറിയൊരു സിസ്റ്റമാണ്. കാരണം ഈ വാഹനത്തിന് 8 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത്, സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ എന്നുള്ള വേരിയൻ്റ് ആണ് ഇതിൽ 8 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഒരു കുറച്ചുകൂടെ വലിയൊരു സിസ്റ്റം കൊടുക്കാമായിരുന്നു. കാരണം കിയയിലും ഹുണ്ടായിലും എല്ലാം തന്നെ ഇപ്പോൾ വാരി വലിച്ച ഫീച്ചേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ടാറ്റ ഒരു പിശുക്ക് കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്കിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു ചെറിയ സെറ്റാണ്. അതായിട്ട് തന്നെ 2 വലിയ കണ്ണുകൾ പോലെ തന്നെയുള്ള AC വെൻറ്റുകൾ കാണാം. അതിൻ്റെ നടുക്കൊരു മൂക്കിരിക്കുന്ന പോലെ നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ച് കാണാം. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ AC കൺട്രോളുകളെല്ലാം തന്നെ കാണാം. ഇതെല്ലാം മാനുവലായിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എങ്കിലും സ്വിച്ചുകളൊക്കെ വളരെ വൃത്തിയാണ്. വലിയ ആന സ്വിച്ചുകളൊന്നും കൊടുത്ത് വൃത്തികേടാക്കിയിട്ടില്ല. പിന്നീട് ഈ ഡാഷ്ബോർഡ് തന്നെ വളരെ സ്റ്റൈലായിട്ട് ഒരു 3-4 ലെയറുകളായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ട്രൈ ആരോ ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഗ്ലോ ബോക്സ് വരുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് ഉണ്ട്. പിന്നീട് ലെഫ്റ്റ് സൈഡിലും ഈ പറഞ്ഞ പോലെ തന്നെ ഡോറിൻ്റെ സൈഡിൽ ഒരു ചെറിയ സ്പേസ്. പിന്നീട് ഇവിടെ നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. ഇതിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിലൊരു ഓറഞ്ച് ഡിസൈൻ വരുന്നുണ്ട്, അത് ഭംഗിയായിട്ടുണ്ട്. പിന്നീട് വരുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് ചെറിയ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ഫോൾഡർ കാണാം. ബാക്കിലോട്ട് വന്നാൽ വളരെ ചെറിയ കപ്പൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു 2 പോർഷൻ കാണാം. ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷനും കാണാം. മുകളിൽ വരുന്ന സമയത്ത് ഇവിടെ ലാമ്പ് വരുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ലൈറ്റ് കത്തിയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് വാലറ്റിലൊരു ഗ്ലാസ് കാണാം. ഡ്രൈവർ സൈഡിൽ ഗ്ലാസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പഞ്ചിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കുള്ള വ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് പിൻഭാഗം നോക്കാം. പിൻഭാഗം വരുന്ന സമയത്ത് ഈ സീറ്റ്, ഡ്രൈവർ സൈഡ് സീറ്റ് ഞാൻ ഏറ്റവും ബാക്കിലേക്ക് ഇട്ടിരിക്കുകയാണ്. കോ ഡ്രൈവർ സൈറ്റ് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുക. ഇതാണ് വാഹനത്തിൻ്റെ സ്പേസ് വരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വളരെ തൈ സപ്പോർട്ടോട് കൂടിയ ഈ ഒരു സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൽ. പക്ഷേ 3 പേർക്ക് കൃത്യമായി ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ 2 പേർക്ക് വളരെ സുഖമായിട്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ 90 ഡിഗ്രി തുറക്കുന്ന ഡോറുകളാണ്. 2 ഡോറുകളും നമുക്ക്, ഇത് നേരത്തെ അവർ അൾട്രോസിലായിരുന്നു ആദ്യം കൊണ്ടുവന്നത്, ഇപ്പോൾ ഇതാ പഞ്ചിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക്, മുതിർന്നവർക്കെല്ലാം തന്നെ മുട്ട് പ്രശ്നങ്ങൾ, കാലൊക്കെ ഇഷ്യൂസ് ഉള്ളവരൊക്കെ വളരെ ഈസി ആയിട്ട് ഈ വാഹനത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കും. പക്ഷേ ഇതിലൊരു പോരായ്മ, വേറെ AC വന്നിട്ടില്ല. അതൊരു പോരായ്മയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതായിട്ട് തന്നെ സൈഡിലൊരു ചെറിയ ബോട്ടിൽ ഹോൾഡറൊക്കെ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ പിൻഭാഗ കാഴ്ചകൾ. ഡ്രൈവ് പോവാം. അപ്പം വാഹനം ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 1.2 ലിറ്ററിൻ്റെ ആ ഒരു ഇനിഷ്യൽ പിക്കപ്പ് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വാരി വലിച്ചുള്ള പവർ ഇല്ലെങ്കിലും ഈ പറഞ്ഞ 87 HP ആ ഒരു പവർ നമുക്ക് വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വാഹനം പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് വെച്ചാൽ ബോഡി റോള് ഭയങ്കരമായിട്ട് കുറവാണ്. ഈ ഒരു ഹൈറ്റുള്ള വാഹനത്തിന് പൊതുവേ ബോഡി റോള് വരേണ്ടതാണ്. പക്ഷേ നമുക്ക് ബോഡി റോള് ഭയങ്കരമായിട്ട് കുറവാണ് നല്ലപോലെ. പക്ഷേ ഈ സ്പേസിൻ്റെ കാര്യത്തിൽ ചെറിയ വിഷയമുള്ളത് തോന്നും. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കൈയൊക്കെ നമ്മൾ ഈ ഹാൻഡ് റെസ്റ്റ് എടുത്തോട് വെക്കുന്ന സമയത്ത് ചെറിയ സ്പേസിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള കംഫർട്ട് എല്ലാം തന്നെ ഓക്കെ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഫീലിംഗ് വരില്ല. പ്രധാനമായിട്ട് വെച്ചാൽ ഈ പൊങ്ങിയിരുന്നുള്ള യാത്ര, ബോണറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് വളരെ
ഫ്രീ ആണ്. ഗിയറൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ വീണ്ടും ഞാൻ പറയുന്ന ഹ്യുണ്ടായുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ടാറ്റയിൽ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഗിയറൊക്കെ മാറുന്ന അത്രയും ഫ്രീ ആയിട്ടാണ് നമുക്ക്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഏരിയയെ പറ്റി പറയാനാണെങ്കിൽ മുഴുവനും ഈ ഡാഷും ഗ്ലാസ് ഏരിയ എല്ലായിടം നോക്കി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു മൈക്രോ XUV എന്നുള്ള ഫീല് നമുക്ക് നൽകുന്നില്ല. ഇതൊരു പക്ക XUVയുടെ ഫീല് തന്നെയാണ് നമുക്ക് നൽകുന്നത്. വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് മിററും വളരെ ഫ്രീ ആയിട്ടാണ് നമുക്ക് ബാക്ക് സൈഡ് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിപ്പം നമ്മളിപ്പോൾ ഓടുന്ന ഒരു കട്ടർ റോഡാണ്. അപ്പൊ നമുക്ക് വാഹനത്തിന്റെ ആ ഒരു ബോഡി റോളും അതുപോലെ സസ്പെൻഷന്റെ ഒരു പെർഫോമൻസും നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. AC ഒക്കെ അടിപൊളി കൂളിംഗ് ആണ് AC വരുന്നത്. പിന്നീട് പറഞ്ഞല്ലോ സസ്പെൻഷന്റെ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലും, അതായത് ഈ വാഹനം അവര് നിർമ്മിച്ചിരിക്കുന്നത് ഒരു രീതിയിലുള്ള പിശുക്കോ ഒരു കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം അത് വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സസ്പെൻഷനൊക്കെ ഇത്രയും വലിയ കുഴിയിൽ വീണിട്ട് പോലും നമുക്ക് ഒരു അനക്കവും ഈ വാഹനത്തിൽ അല്ലെങ്കിൽ അകത്തിരിക്കുന്നവർക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. ആൽഫ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്, അതായത് നിലവിലുള്ള ഈ പറഞ്ഞ അൾട്രോസും നെക്സോണും എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ള ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആ വാഹനങ്ങൾക്കെല്ലാം ഉള്ള പോലെ തന്നെ ഈ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി ഭാഗം. പിന്നെ അതുപോലെ തന്നെ ABS EBD എല്ലാം തന്നെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അത് ഈ വാഹനം ഓടിക്കുമ്പോൾ എല്ലാം തന്നെ ആ ഒരു സേഫ്റ്റിയുടെയും ആ ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടിവിയിൽ എങ്ങനെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ കറക്റ്റ് ഫീലിംഗ് ഈ ഒരു ടാറ്റ പഞ്ചിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ്, അതേപോലെ തന്നെ കംഫർട്ട്, സേഫ്റ്റി, ഈ വാഹനം 5-ൽ 5 സ്റ്റാർ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പം വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ടാറ്റയെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യൻ റോഡുകളിൽ ചരിത്രം മാത്രം സൃഷ്ടിച്ചാണ് ടാറ്റയുടെ ഒരു ശീലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ഇൻഡിക ഉള്ള സമയത്ത് വാഹനം വിൽക്കാൻ പോയതും ഫോർഡ് ടാറ്റയെ കളിയാക്കിയതും പിന്നീട് സംഭവിച്ച ചരിത്രങ്ങളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല. പലതവണ ആ കഥകളൊക്കെ അറിയാം. അതേപോലൊരു തിരിച്ചുവരവ് വന്ന കമ്പനിയാണ് ടാറ്റ അന്നും ഇന്നും എന്നും നിൽക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഒരു കോംപ്രമൈസും ഈ വാഹനത്തിലും ഇതെന്നല്ല ടാറ്റയുടെ ഒരു വാഹനത്തിനും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ടാറ്റയുടെ സർവീസ് കൂടി അതൊരു റിക്വസ്റ്റാണ്. ടാറ്റയുടെ സർവീസ് കൂടി ടോപ്പ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റിയിൽ ആ സർവീസ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ, ഇന്ന് വരും കാലത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റൊരു വാഹന കമ്പനികളിലും ടാറ്റയെ വെല്ലാൻ പറ്റില്ല. സെയിൽസിലായാലും സർവീസിലായാലും ടാറ്റ ആയിരിക്കും നമ്പർ 1. കാരണം ഇത്ര ഹൈ ക്വാളിറ്റിയോട് ഒരു വാഹനം നിർമ്മിക്കുന്ന മറ്റൊരു കമ്പനി ഇന്ത്യയിൽ വാഹനം നിർമ്മിക്കുന്നില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വിലയിൽ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. ടാറ്റ നാനോ എന്ന് പറഞ്ഞ വാഹനം കൊണ്ട് തന്നെ ഒരു ചരിത്രമാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. അതേപോലെയാണ് മൈക്രോ XUVയിൽ ഈ ഒരു പഞ്ച്. ഇന്ന് ഇത് ഇറങ്ങിയ ആ ഒരു 10 മാസത്തിൽ തന്നെ 1,00,000 യൂണിറ്റാണ് ടാറ്റ പഞ്ച് വിറ്റത്. ഇപ്പോൾ തന്നെ കോമ്പാക്ട് XUV സെഗ്മെൻറ്റിൽ നമ്പർ 1 സെല്ല് ചെയ്യുന്നത് നെക്സോൺ ആണ്. അതിനുശേഷം പഞ്ചാണ്. ഇന്നേ വരെ ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് സെല്ലറായിട്ടുള്ള മാരുതിക്ക് പോലും പൊട്ടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ മൈലേജ് മാത്രമല്ല, വാഹനത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനും വിലയുണ്ട് എന്ന് കാണിച്ചൊരു കമ്പനിയാണ് ടാറ്റ. അത് ഇന്ത്യക്കാർക്ക് ഏറെക്കുറെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ടാറ്റയുടെ വാഹനം ഏറ്റവും കൂടുതൽ നന്നായി വിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വിറ്റാൽ എന്ത് കിട്ടും എന്നുള്ള ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല ആൾക്കാരും നമ്മൾ ഈ മാരുതിയിലേക്കും മറ്റ് ഈ പറഞ്ഞ ബോഡി ക്വാളിറ്റി കുറഞ്ഞ വാഹനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്ന് എല്ലാവർക്കും അത് മനസ്സിലായി. ടാറ്റയിലേക്ക് എല്ലാവരും തിരിച്ചു വന്നു. ഇനി വരാൻ പോകുന്ന ഒരു 5 കൊല്ലം കഴിഞ്ഞ് ടാറ്റ അല്ലാതെ മറ്റൊരു വാഹനം നമ്പർ 1 ഇന്ത്യയിൽ ആ ഒരു നമ്പറിൽ കാണില്ല എന്ന് തന്നെ തീർത്ത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ആ രീതിയിലാണ് ടാറ്റയുടെ ഒരു മാറ്റം വരുന്നത്. ഈ റേഞ്ച് റോവറും ലാൻഡ് റോവറും ജാഗുറും എല്ലാം തന്നെ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ ഒരു വിപ്ലവമാണ് ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് ഇന്ത്യക്കാർക്ക്, അതായത് ജീവനാണ് സുരക്ഷ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തെ തന്നെ ടാറ്റയുടെ വാഹനങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കട്ടർ, കുഴി, വെള്ളം. ഇത് തന്നെ 360 മില്ലിമീറ്റർ കുഴിയിൽ അല്ലെങ്കിൽ ഗട്ടറിൽ വെള്ളക്കെട്ടിൽ ഈ വാഹനം ഇറക്കി കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത്. അവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.